അപ്പൊ കേരളത്തിലെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള ഒരു തദ്ദേശ സ്വയംഭരണ ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ. മൊത്തം കൈയിട്ട് വാരല. ഏറ്റവും പുതിയ കണക്കുകൾ 23-24 കണക്കുകളെടുത്ത് നോക്കിയാൽ തന്നെ ഏതാണ്ട് 450 കോടി രൂപയുടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിട്ട് ഒരു വർഷം മാത്രം. 35 കൗൺസിലർമാരുള്ള തിരുവനന്തപുരത്ത് BJPക്ക് നല്ല സ്വാധീനമുള്ള അവരൊരു ഗൗരവതരമായ ഒരു സമരമാണ് നടത്തിയിരുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ കോർപ്പറേഷനെ അവർക്ക് രാജിവെപ്പിക്കാമായി. അപ്പൊ അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM അടുത്ത തവണ അധികാരത്തിൽ വരുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല. തിരഞ്ഞെടുപ്പ് അതിന്റെ പ്രചാരണങ്ങളൊക്കെ അതിശക്തമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. അതിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണയുടെ പേരുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും. സർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു മത്സരം ഏത് രീതിയിലാണ്? ആരായിരിക്കും വിജയിക്കുക? എന്താണ് സാധ്യത? അതായത് ഈ കേരളത്തിലെ കോർപ്പറേഷനുകളുണ്ട്, പ്രധാനപ്പെട്ട 5-6 കോർപ്പറേഷനുകളുണ്ട്. ആ കോർപ്പറേഷനുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു കോർപ്പറേഷൻ, ഒന്നാം സ്ഥാനത്തേക്കുന്ന കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു 10-30 വർഷമായിട്ട് CPM ഭരിക്കുന്നത്. അതേസമയം എറണാകുളം, പിന്നെ കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ UDF ഭരിച്ചിട്ടുണ്ട്. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു 2-3 പതിറ്റാണ്ട് കാലമായി CPM മാത്രമാണ് ഭരിച്ചിട്ടുള്ളത്. മനസ്സിലായി? ഞാൻ കണക്കിലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ അവരുടെ അഴിമതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതിഭീകരമായിട്ടുള്ള അഴിമതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ 23-24 കണക്കുകളെടുത്ത് നോക്കിയാൽ തന്നെ ഏതാണ്ട് 450 കോടി രൂപയുടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിട്ട് ഒരു വർഷം മാത്രം. എന്നുവെച്ചാൽ പണം ചെലവഴിച്ചത് ശരിയാകാതെ വരുമ്പോഴാണല്ലോ ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നത്. അതിന്റെ രസം എന്ന് പറഞ്ഞാൽ ആ ഓഡിറ്റ് നടത്തിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ തന്നെ പിന്നെ ഓഡിറ്റ് ആണിത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വർഷം മാത്രം 450 കോടി. കംപ്ലീറ്റ് കൈയിട്ട് വാരൽ മാത്രമാണ് ഈ കഴിഞ്ഞ 5 വർഷവും ഈ കോർപ്പറേഷനിൽ നടന്നത്. അപ്പൊ കേരളത്തിലെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള ഒരു തദ്ദേശ സ്വയംഭരണ ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ. മൊത്തം കൈയിട്ട് വാരല. അപ്പൊ അങ്ങനെ ഏറ്റവും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ ഏറ്റവും മുഖ്യമായ പ്രതിപക്ഷം BJP. അവർക്ക് 35 കൗൺസിലർമാരുണ്ട്. സ്വാഭാവികമായി നമ്മൾ നോക്കുമ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ, ആ കോർപ്പറേഷനിലെ മുഖ്യ പ്രതിപക്ഷം BJP. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന് 7 പേര് മറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു കൺക്ലൂഷനിൽ നമ്മളെത്തിയാൽ അടുത്തത് BJP എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മളത് ആഴത്തി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? 35 കൗൺസിലർമാരുണ്ടായിരുന്നു BJPക്ക്. ആ BJP കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എന്ത് സമരമാണ് ഈ കോർപ്പറേഷനിൽ നടത്തിയിട്ടുള്ളത്? സമരം നടത്തിയോ എന്ന് ചോദിച്ചാൽ അവർ സമരം നടത്തി എന്നൊക്കെ പറയും. പക്ഷെ ഫലപ്രദമായി ഒരു സമരം, അപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പം മറ്റേ ഒരു നിയമന പ്രശ്നമൊക്കെ വന്നില്ലേ, എന്താണ് ഒരു പിന്നെ ആര്യ രാജേന്ദ്രന്റെ ഒപ്പിട്ടുണ്ട് നിയമം. അങ്ങനെ എത്രയോ വിഷയങ്ങൾ അഴിമതിയൊക്കെ ആയി ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ട് വന്ന സമരങ്ങളിൽ ഒരു സമരത്തിൽ പോലും ഫലപ്രദമായി ഈ പിന്നെ ഇവിടുത്തെ CPM ഭരണ നേതൃത്വത്തിനെതിരെ ഒരു സമരം നടത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അതിന് കഴിയാറുന്നതിന്റെ കാരണം ചില ഒരു കൂട്ടുകക്ഷി ഭരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് നടത്താതെ. അല്ലെങ്കിൽ 35 കൗൺസിലർമാരുള്ള തിരുവനന്തപുരത്ത് BJPക്ക് നല്ല സ്വാധീനമുള്ള അവരൊരു ഗൗരവതരമായ ഒരു സമരമാണ് നടത്തിയിരുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ കോർപ്പറേഷനെ അവർക്ക് രാജിവെപ്പിക്കാമായി. അവരത് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒന്ന് പറയുന്നത് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന, അഴിമതിയൊക്കെ ഇപ്പോഴാവുന്നു, ഈ 5 വർഷം കഴിയുമ്പോഴാവുന്നു പറയും, ഇലക്ഷൻ വരുമ്പോഴാവുന്നു പറയും. ഈ 2 അവരുടെ സ്ഥാനാർത്ഥികളെ നമ്മൾ നോക്കി. ഒരു മുൻ DGP മേയർ സ്ഥാനാർത്ഥിയാണെന്ന് പറയും. മുൻ DGPക്ക് മേയർ സ്ഥാനാർത്ഥി ആവാൻ എന്താ യോഗ്യത? രാഷ്ട്രീയത്തിൽ ഒരു കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിരിക്കണം. ഇല്ല. വേറൊരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എന്തോ സ്പോർട്സ് കൗൺസിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വനിത, എന്തോ പത്മിനി തോമസ്. അവരെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കോർപ്പറേഷനിൽ മത്സരിപ്പിക്കുന്നത് എന്ത് ഇതാവും? പിന്നെ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ BJPയിൽ നേരിട്ടിട്ടുള്ള VV രാജേഷ് കൊണ്ട് മത്സരിക്കുക. അയാളെ കുറിച്ചിട്ടൊക്കെ അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ ഞാൻ തന്നെ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബിലൊക്കെ ചെയ്തിട്ടുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 35 പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തവണ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
അവര് ഈ പിന്നെ CPM-നെതിരെ ഗൗരവമായിട്ടുള്ള ഒരു സമരത്തിലും കഴിഞ്ഞ 5 വർഷക്കാലം അവർ ചെയ്തിട്ടില്ല. മറുഭാഗത്ത് നമ്മൾ കോൺഗ്രസിനെ നോക്കൂ. കോൺഗ്രസ് കഴിഞ്ഞ 5 വർഷം കോൺഗ്രസ് ഇല്ലായിരുന്നു തന്നെ പറയാം. കാരണം 8 പേരെ കോൺഗ്രസിനുണ്ടായിരുന്നു, 8 കൗൺസിലർമാർ. പക്ഷെ കോൺഗ്രസ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ തെറ്റില്ലാത്ത സ്ഥാനാർത്ഥി നിർണയം അവരിവിടെ നടത്തിയിട്ടുണ്ട്. സാധാരണതയിലുള്ള പോലത്തെ ഒരു 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 തല്ലുപിടിയും ഒരു കടിച്ചു കയറലും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM 51, 52 പേരാണുള്ളത്. CPM-ന്റെ മേയർ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കുന്നതിനകത്ത് യാതൊരു യുക്തിയില്ല. BJP-യുടെ മേയർ സ്ഥാനാർത്ഥിയേക്കാൾ വളരെ വളരെ മെച്ചമാണ് ശബരിനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള മേയർ സ്ഥാനാർത്ഥി. അയാളൊരു മുൻ MLA ആയിരുന്നു, നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ്. അപ്പൊ മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDF-ന് ഒരു മുൻതൂക്കം കിട്ടിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലും സ്ഥാനാർത്ഥികളും താരതമ്യേന കുഴപ്പമില്ലാത്ത സ്ഥാനാർത്ഥികളാണ് എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ വൈഷ്ണ സുരേഷിന്റെ വിഷയം, അത് വലിയ തോതിലുള്ള ഒരു മുൻതൂക്കം UDF-ന് ഈ ഇലക്ഷനിൽ കോർപ്പറേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, അത് തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ നേരിട്ട് ഇടപെട്ടിട്ടാണ് ആ വോട്ട് വെട്ടിയത് എന്നാണ് ഇപ്പോൾ വരുന്നത്. മനസ്സിലായോ? അപ്പം അവരാ മണ്ഡലത്തിൽ ഏതാണ്ട് ജയിച്ചു കഴിഞ്ഞു. മുട്ടട എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഉറച്ച മണ്ഡലമാണ്, അവരവിടെ ജയിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരുടെ വോട്ട് വെട്ടിയ സംഭവം തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF-ന് മുൻതൂക്കം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അച്ചടക്കത്തോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അവർ നടത്തുന്നത്. അപ്പം പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിന് ഒരു മുൻതൂക്കം, UDF-ന് ഒരു മുൻതൂക്കം തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അവർക്ക് ഉണ്ടാകാൻ പോകുന്ന വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ശബരിമല വിഷയത്തിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കും. ശബരിമല വിഷയത്തിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോഴും അതിന്റെ നേട്ടം UDF-ന് കിട്ടാനാണ് സാധ്യത. കാരണം 2019 യുവതി പ്രവേശന വിഷയത്തിന്റെ ഇതുണ്ടായിരുന്നു. എല്ലാവരും BJP എന്നാണ് വിചാരിച്ചത്. പക്ഷെ UDF-നാണ് ഗുണമുണ്ടായത്. അപ്പം താരതമ്യേന ജയിക്കാൻ സാധ്യതയുള്ള ഒരു ഔട്ട്ഫിറ്റ് UDF ആയതുകൊണ്ടും ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം UDF-ന് അനുകൂലമായതുകൊണ്ടും UDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലേക്ക് വന്നാൽ CPM അധികാരത്തിലേക്ക് വരും എന്ന് ചിന്തിക്കാനേ പറ്റില്ല. അവർക്ക് ഇപ്പൊ തന്നെ 50-52 പേരേ ഉള്ളൂ. അഴിമതിയുടെ അങ്ങേ അറ്റമായതുകൊണ്ട് അവര് ഒരു സംശയം വേണ്ട, അവർ വരില്ല. കഴിഞ്ഞ തവണയും CPM-ന്റെ വോട്ട് വലിയ തോതിൽ കിട്ടിയതുകൊണ്ടാണ് BJP-ക്ക് 35 കിട്ടിയത്. പക്ഷെ ഇത്തവണത്തെ CPM-ന്റെ വോട്ട് ബാങ്കിലുള്ള ഷിഫ്റ്റ് UDF-ന് അനുകൂലമാവാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായി? ഈ പറയുന്നത് പോലെ തുടക്കം മുതൽ ഈ 5 വർഷം ആര്യയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഭരണം, അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള അഴിമതികൾ, അത് ഒരു പ്രധാന ഘടകമാണല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന വൈഷ്ണയുടെ വോട്ട് വെട്ടാനുള്ള ഒരു ഇടപെടൽ നടക്കുന്നത്. അത് മാത്രമല്ല, വൈഷ്ണയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുള്ള CPM നേതാവ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ അഡ്രസ്സിലും 22ഓളം വോട്ടുകൾ അല്ലെങ്കിൽ കള്ള വോട്ടുണ്ട് എന്നതും കൂടെ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പൊ അതും പാർട്ടിക്ക് എതിരാവില്ല, LDF-ന് തീർച്ചയായും. ഞാൻ പറഞ്ഞ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഉണ്ടായില്ലായിരുന്നെങ്കിലും CPM അടുത്തവണ ഭരിക്കില്ല കോർപ്പറേഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. കാരണം 50-52 പേരാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരിയെ വെച്ചുകൊണ്ട് പുറകിൽ നിന്ന് CPM അഴിമതി നടത്തുമായിരുന്നുള്ളൂ. ആർക്കാണ് അറിയാൻ മേലാത്തത്? ആ കൊച്ചിനെ അവിടെ കൊണ്ടുവന്ന് മേയറായിട്ട് ഇരുത്തിയിരുന്നു എന്നുള്ളതേ ഉള്ളൂ. CPM-ലെ ഈ പറഞ്ഞ പോലത്തെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരാണ് അവരുടെ പുറകിൽ നിന്നിട്ട് ഈ അഴിമതി ഈ ഭരണം മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM അടുത്തവണ അധികാരത്തിൽ വരുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല. അതിന് പുറത്താണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വൈഷ്ണയുടെ പ്രശ്നം, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് തിരിച്ചടിയായിരിക്കുന്നു. മനസ്സിലായി? യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ മത്സരം ഞാൻ നിരീക്ഷിക്കുന്നതനുസരിച്ച് UDF-ഉം BJP-യും തമ്മിലാണ്. CPM ഇപ്പൊ തന്നെ ഔട്ടായി കഴിയും. മനസ്സിലായോ? കോൺഗ്രസ് അടുത്ത തവണ കോർപ്പറേഷൻ ഭരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ തവണ BJP-ക്ക് കിട്ടിയ CPM വോട്ടുകൾ പോലും ഇത്തവണ UDF-ന് കിട്ടാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് അതിഭീകരമായിട്ടുള്ള തമ്മിലടിയായിരുന്നു ഇവിടെ UDF. കഴിഞ്ഞ തവണ ശരിക്കും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് CPM-ന്റെ വോട്ട് വലിയ തോതിൽ BJP-ക്ക് പോവുകയും BJP-ക്ക് 35 സീറ്റ് കിട്ടുകയും ചെയ്തു. എന്നാൽ ഇത്തവണ കളത്തിലുണ്ടവരെ, മനസ്സിലായോ? അവർക്ക് നല്ലൊരു മേയർ സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പൊ ഈ വൈഷ്ണ സുരേഷിന്റെ വിഷയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കളത്തിലുള്ളത് കൊണ്ട് കഴിഞ്ഞ തവണ CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയ വലിയ വിഭാഗം വോട്ടുകൾ ഇത്തവണ UDF-ലേക്ക് പോകാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ
പിന്നെ UDF വലിയ സാധ്യതയാണ് ഇത് കോർപ്പറേഷൻ കാണുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വരും ദിവസങ്ങളിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിഭീകരമായിട്ടുള്ള അഴിമതി കഥകൾ ഞാൻ വരും ദിവസങ്ങളിൽ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ ഈ പറഞ്ഞ പോലെ പിന്നെ BJP കിട്ടുന്ന ഈ മനക്കോട്ട അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത ഓരോ ദിവസം കഴിയുമ്പോഴും കുറഞ്ഞു. ഇനി അതിനപ്പുറത്തൊരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയാനുണ്ട്. 2 പേര് ആത്മഹത്യ ചെയ്തു. ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു RS-കാരൻ ആത്മഹത്യ ചെയ്തു. ആ മരിച്ച ആ ആത്മഹത്യ ചെയ്ത RS-കാരനെ തന്നെ പിന്നെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലാണ് ആ സുരേഷ് എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് പറഞ്ഞത്. അതിലൊക്കെ RSSനൊക്കെ ഭയങ്കരമായിട്ടുള്ള അതൃപ്തിയുണ്ട്. സുരേഷ് എന്ന് പറഞ്ഞ ആൾ തന്നെ പെരിങ്ങമല ബാങ്കിൽ നിന്ന് 40-45 ലക്ഷം ലോൺ എടുത്തിരിക്കുകയാണ്. വേറൊരു ബാങ്കിൽ നിന്ന് പിന്നെ BJP നേതാക്കന്മാരെടുത്ത് ലോണുകളുടെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ MS കുമാർ, മനസ്സിലായോ? അപ്പൊ BJPക്ക് അകത്ത് തന്നെ വലിയ പ്രശ്നം. ഒരു പ്രധാന കാരണം കൂടെ കണ്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരാൻ ഒരിക്കലും BJPക്ക് അകത്തുള്ള ഈ സുരേന്ദ്ര മുരളീധര സഖ്യം ഒരിക്കലും അനുവദിക്കില്ല. കാരണം ഇവിടെ കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നാൽ പിന്നെ നേട്ടം ഉണ്ടാകാൻ പോകുന്ന കൂടെ രാജീവ് ചന്ദ്രശേഖരനായിരിക്കും. അത് അവരനുവദിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ പശ്ചാത്തലത്തിൽ BJP വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. ഈ ശ്രീലേഖ എന്നൊക്കെ പറഞ്ഞവരോടൊക്കെ ആളുകൾക്ക് ഭയങ്കര വിരക്തിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് UDF ശബരിനാഥൻ നേതൃത്വത്തിലുള്ള UDF ഇവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്.